അമ്മേനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ കുറെ പറയാനുണ്ട്. ആദ്യം മനസ്സിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഭയങ്കര നല്ലൊരു പാരന്റ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു പ്രത്യേക രീതിയിലാണ് പാരന്റ് ചെയ്തെടുത്തത്. ലൈക്ക് ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ ചെറിയ കാര്യങ്ങൾ പോലും വളരെ രസകരമായിട്ട് ചെയ്യിപ്പിക്കുന്നു. ഞങ്ങൾ പണ്ട് ഇങ്ങനെ മമ്മി ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ടോക്ക് കൊടുക്കാൻ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പല ഭാഷയിലും പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ അത് തുടങ്ങിയത് എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ ഇന്നും വണ്ടി പോകുമ്പോൾ കൊന്തെത്തിക്കും. പക്ഷെ കൊന്തെത്തിച്ച് ഞങ്ങൾ ചെറുപ്പമായിട്ട് ഞങ്ങൾ ഇന്നും ഇങ്ങനെ ശിവമ്മ ഇത് മതി, നമുക്ക് ഇനി വേറെന്ന് വർത്താനം പറയാം. അപ്പം അമ്മ അന്ന് തുടങ്ങിയ ഒരു സംഭവമാണ് നമുക്കിങ്ങനെ ഓരോ ഭാഷയിലും ഓരോ ജേർണി പോകുമ്പോൾ നമുക്ക് ഓരോ ഭാഷയിലും ഇങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ പഠിക്കണം. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ പഠിച്ച ഭാഷയാണ് ലാറ്റിനിലെ നന്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഓർമ്മ അതിങ്ങനെ ഓരോ ലൈൻ പഠിക്കുമ്പോൾ ഇങ്ങനെ തമാശയിലാകുമ്പോൾ ഇങ്ങനെ ഓരോ ലൈൻ ഇങ്ങനെ അതിൽ അതെനിക്ക് മമ്മിക്ക് വേണ്ടിയിട്ട് അത് പറയണമെന്നുണ്ട്. ആദ്യമായിട്ട് ലാറ്റിനിൽ പഠിച്ച നന്മ എന്ന് പറയുമ്പോൾ അമേൻ. പിന്നെ എനിക്കൊരു ചെറിയൊരു അനുഭവം പറയാനുണ്ട്. ഞാൻ അമ്മേനെ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് മാസത്തിന് കൂടുതലായി. ഞാനപ്പോൾ ഒരു സമയത്ത് ഞാൻ ഡൽഹിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം എനിക്കിങ്ങനെ പനി അടിച്ചിരിക്കുമായിരുന്നു. നല്ല തണുപ്പുള്ള സമയമാണ്, നല്ല പനി അടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എങ്ങനെയും ഞാൻ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായില്ല. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ അമ്മ എടുത്തില്ല. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അമ്മ എന്തായാലും തിരിച്ച് വിളിക്കാതിരിക്കാം, അമ്മ എന്തായാലും ഞാൻ പിന്നെ നോക്കിയില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് അന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് അപ്പേനെ എല്ലാവരും ഭയങ്കര മിസ് ചെയ്ത ദിവസമായിരുന്നു. എൻ്റെ രാത്രി എനിക്ക് തോന്നുന്നു ഒരു 9 മണിയായപ്പോൾ അമ്മ എന്നെ വിളിച്ചു. അമ്മ എനിക്ക് തോന്നുന്നു ഞാൻ അമ്മേനെ വിളിച്ചിട്ടില്ല, ഞാൻ പപ്പേനെ വിളിച്ചേ. അമ്മ എന്നെ തിരിച്ച് രാത്രി വിളിച്ചു. അങ്ങനെ അമ്മ പറഞ്ഞു, സ്വർഗം നിനക്ക് ഈ കോളടിക്കാനായിട്ട് എനിക്ക് തോന്നി, അതാണ് ഞാൻ ഈ കോളടിക്കണേ, എന്തുണ്ടായെന്ന്. എൻ്റെ കണ്ണ് നിറഞ്ഞൊരു ദിവസമായിരുന്നു അന്ന്. ഞാനിങ്ങനെ അമ്മ ഇങ്ങനെ അതൊരു സ്വർഗം നിനക്ക് കോളടിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അത് കാരണമാണ് ഞാൻ വിളിക്കണേ, എന്തുണ്ടായേ. എനിക്കിങ്ങനെ അമ്മ എൻ്റെ അടുത്തില്ലെങ്കിലും അന്ന് എനിക്ക് അമ്മ എൻ്റെ അടുത്തുള്ള പോലെ ഒരു ഫീൽ ആയിരുന്നു. കാരണം ഈശോ അമ്മയിലൂടെ സംസാരിച്ച പോലെ എനിക്ക് അന്ന് തോന്നി. ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഭയങ്കര വയ്യായാണ്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ നിന്നെ വിളിക്കാനായിട്ട് തോന്നാം, ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഭയങ്കര